വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിപ്പും ചീരയും കൂടിയാണ് കറി വെക്കുന്നത്. ഞാൻ ആദ്യം ഒന്നിച്ച് ചെരിഞ്ഞു പോയി, പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഒരു കൈപ്പിടി പരിപ്പ് ഞാൻ കഴുകി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ചീര മുറിച്ചിട്ടുണ്ട്. അത്രയും സമയം മാത്രമേ കുതിർത്തിട്ടുള്ളൂ. എന്നിട്ട് രണ്ടും ഒന്നിച്ച് ചേർത്തു. ഇനി വേണ്ടത് ഒരു സവാളേൻ്റെ കാൽഭാഗം, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ചേർത്തിന്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഇത്രയും വേണ്ട. കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. ആദ്യത്തെ വിസിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്കിനി തേങ്ങ 1/2 ടീസ്പൂൺ ജീരകം അരച്ചെടുക്കണം. അധികം അരഞ്ഞ് വരണ്ട. പ്രഷറെല്ലാം പോയിട്ടുണ്ട്, തുറക്കാം. ഈ ഒരു രീതിയിലാണ് വെന്തിട്ടുള്ളത്. നന്നായി വെന്തിന്. ചീരി കുറച്ച് മൂപ്പുള്ളതായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ടിന്. ഈ കുക്കറിൽ കടലയെല്ലാം രണ്ടാമത്തെ വിസിലടിക്കുമ്പോൾ നന്നായിട്ട് വേവലുണ്ട്. പ്രസ്റ്റീജിൻ്റെ 3 ലിറ്റർ കൊള്ളുന്ന കുക്കർ. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ ഉപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത്. മുളക് പൊടി ചേർക്കണേ. തിളക്കട്ടെ. ഉപ്പ് ചേർത്തിട്ട് തിളക്കുന്നുണ്ട്. പിന്നെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. തേങ്ങയും ജീരകവും. നന്നായിട്ട് തിളച്ചു. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർക്കാം. വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ കടുക് നിർബന്ധമില്ല, എന്നാലും ഇതിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കും. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇലക്കറിയാണ്, എന്നാലും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറഞ്ഞ ഒരു കറിയാണെങ്കിലും സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഞാനൊരു നുള്ള് മുളക് പൊടി, ഒരു 3 കുരുമുളകിൻ്റെ പൊടിയുണ്ട്, അത് ചേർത്ത് വെച്ചു. ഇനി ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീര പരിപ്പ് കറി റെഡിയായി. ഉപ്പെല്ലാം നല്ല പാകത്തിന്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ നല്ല കറിയല്ലേ. പരിപ്പ് ഇങ്ങനെ വേവ്, അത് അധികം വെന്ത് കലങ്ങിപ്പോറും. ഇതന്നെ കുറച്ച് കൂടുതലാണ് വേവ്. ഒറ്റ വിസിലടിച്ചിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ.